ഹായ്, കർഷക ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്രമ്മിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വിശദമാക്കാനാണ്. അതിനായി ആദ്യം തന്നെ ഇതുപോലെയുള്ള ഒരു ഡ്രം എടുക്കുക. ഇത് ഏകദേശം 150 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡ്രമ്മാണ്. അതിൻ്റെ ഏറ്റവും അരികത്തായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇടുക. ഈ ഹോൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം അത് വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാനാണ്. അതിനുശേഷം പിന്നെ ഈ ഹോൾ മൂടത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ മെറ്റലിട്ട് ലേവൽ ചെയ്യുക. ഈ മെറ്റലിടുമ്പോൾ അത് ഹോൾ മൂടത്തക്ക രീതിയിൽ ഇടണം. ആദ്യം തന്നെ നമ്മൾ മെറ്റൽ ഇതുപോലെ നിരത്തുക. മെറ്റൽ നിരത്തുന്നതിൻ്റെ ഉദ്ദേശം നല്ല രീതിയിൽ നീർവാർച്ച ഉണ്ടാകാനാണ്. മെറ്റൽ ഇതുപോലെ നിരത്തിയതിന് ശേഷം കുറച്ച് കയർ ഫൈബർ എടുക്കുക. കയർ ഫൈബർ എടുത്ത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു വിരി പോലെ വിരിച്ചു കൊടുക്കുക. മെറ്റലിന് മുകളിൽ ഇതുപോലെ കയർ ഫൈബർ വിരിച്ചു കൊടുക്കുക. ഇത് വിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേരുകൾക്ക് ഒരു തണുപ്പ് അല്ലെങ്കിൽ ജലാംശം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. വേരുകൾക്ക് ഒരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് കയർ ഫൈബർ വിരിക്കുന്നത്. ശേഷം ഡ്രമ്മിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. ഈ ഒരു ലെവൽ മണ്ണിട്ട് കൊടുക്കുക. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 10 കിലോ മണ്ണ്, 10 കിലോ മണൽ, പിന്നെ 2 കിലോ ചാണകപ്പൊടി, 2 കിലോ ആട്ടിൻ കാഷ്ടം പൊടിച്ചത്, 2 കിലോ ചിക്കൻ മാനുവർ പൊടിച്ചത്, 2 കിലോ വെർമി കമ്പോസ്റ്റ്, പിന്നെ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ബോൺ വീൽ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാണ്. മണൽ ഉപയോഗിക്കുന്നത് നീർവാർച്ച നല്ല രീതിയിൽ ഉണ്ടാകുവാനാണ്. അപ്പോൾ ആദ്യം ഒരു ലെയർ മണ്ണ് എങ്ങനെ ഇട്ട് കൊടുക്കുക. കയർ ഫൈബർ നല്ല രീതിയിൽ മൂടുന്ന വിധത്തിൽ ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ലെവൽ ചെയ്യുക. ശേഷം ചെടി എടുക്കുക. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തായ്ജംബോ സപ്പോട്ടയാണ്. ഇതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒരു ബ്ലേഡ് എടുത്ത് ഇതിൻ്റെ കവർ റിമൂവ് ചെയ്യുക. കവർ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനെ ഡ്രമ്മിലേക്ക് ഇറക്കി വയ്ക്കുക. ഏകദേശം ഡ്രമ്മിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയാണ് നമ്മൾ ചെടി നടേണ്ടത്. അപ്പോൾ അതിനെ ഡ്രമ്മിൻ്റെ നടുഭാഗത്തായിട്ട് ഇറക്കി വെച്ച് ബാക്കിയുള്ള മണ്ണ് ഡ്രമ്മിലേക്ക് ഇടുക. ശേഷം മണ്ണ് ഇതുപോലെ നല്ല രീതിയിൽ വിരിച്ചു കൊടുത്ത് ഡ്രമ്മിൽ ചെടി നടുന്ന രീതി പൂർത്തിയായി. ഇങ്ങനെയാണ് ഡ്രമ്മിൽ ഒരു ചെടി നടുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ വളവും മണ്ണും മണലും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം 1.5 വർഷം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഫലം തന്നു തുടങ്ങുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ തായ്ജംബോ സപ്പോട്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.